സാർ, ഇന്ന് നമ്മോട് വിട പറഞ്ഞ സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്ന നമ്മുടെ പഴയ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു വേള താങ്കളോട് അകന്നു നിന്ന ഒരു നേതാവാണ്. താങ്കളെന്ന നന്ദകുമാർ എന്ന പത്രപ്രവർത്തകനോട് മാറി നിന്നതാണ്. പിന്നീട് അദ്ദേഹം താങ്കളുമായി ലോഹ്യത്തിലാകുന്നു. എങ്ങനെയാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ, ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ നന്ദകുമാർ എന്ന പത്രപ്രവർത്തകനുമായി അടുക്കുന്നത് ഒന്ന് പറയാമോ? അതായത് ഞാൻ കേരളത്തിൽ ക്രൈം തുടങ്ങിയ ശേഷം ഏറ്റവും ആദ്യം കൊണ്ടുവന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രതിയായ ഐസ്ക്രീം പാർലർ പെൺമണിപ്പമാണ്. അത് അട്ടിമറിച്ച് ഇ കെ നായരുടെ ഭരണകാലത്ത് ഇ കെ നായരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പി ശശിയും പിണറായി വിജയനും കൂടിയാണ്. 1998 പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയ ശേഷം ഇവർ രണ്ടാളും കൂടിയാണ് കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് 3 കാര്യങ്ങൾ ലക്ഷ്യത്തോട് കൂടിയിട്ട് രംഗത്തിറങ്ങിയത്. ഒന്ന്, മുസ്ലിം ലീഗിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരിക. 2, കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് മാക്സിമം പണം ഊറ്റുക. 3, ഈ കൈരളി ചാനലിന് പ്രമുഖരായ ബിസിനസ്സുകാരെ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആക്കുക. അത് 2 പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ക്രൈം ഇതെല്ലാം പുറത്ത് കൊണ്ടുവരുന്നതും. അപ്പോൾ അതിൻ്റെ പേരിൽ എന്നെ അർദ്ധരാത്രി ശോഭന ജോർജിൻ്റെ പേരിൽ കള്ളപ്പരാതി കൊടുത്ത് അർദ്ധരാത്രി ഒക്കെ അറസ്റ്റ് ചെയ്തു. അന്നൊന്നും ആരും മിണ്ടിയില്ല, CPM ആരും ഒന്നും മിണ്ടിയില്ല. എന്നാൽ അതേ സമയത്ത് 1998-99 കാലഘട്ടത്തിലാണ് ഈ 2000 ആണ് ഞാൻ അരവണപ്പായസ നിർമ്മാണം, അന്ന് VGK മേനോനായിരുന്നു, വി എസ് അച്യുതാനന്ദൻ്റെ നോമിനിയായി VGK മേനോനായിരുന്നു അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ. ആ സമയത്ത് അരവണപ്പായസ നിർമ്മാണത്തിൽ 200 കോടിയോളം രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് ഞാനൊരു വാർത്ത കൊണ്ടത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വാർത്തയായിരുന്നു. അത്ര എല്ലാ എവിഡൻസും വെച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അതിൽ പറഞ്ഞത് വി എസ് അച്യുതാനന്ദൻ ഇതിൽ മുഖ്യ പങ്ക് എന്ന് പറഞ്ഞിട്ടാണ്. അതിന് കാരണം വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ നോമിനിയാണ് ഇദ്ദേഹം എന്നുള്ള രൂപത്തിലായിരുന്നു ഞാൻ സത്യത്തിൽ ചെയ്തത്. പക്ഷെ അതിന് പോലും അദ്ദേഹം എനിക്കെതിരെ കേസ്. കാരണം പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസ് ഇത്രയും കാലം ഫയൽ ചെയ്ത് ഞാൻ വെല്ലുവിളിച്ചിട്ട് പോലും പിണറായി വിജയൻ എനിക്കെതിരെ ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല. അതേസമയം വി എസ് അച്യുതാനന്ദനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വാർത്ത, അദ്ദേഹം എനിക്ക് 10 ലക്ഷം രൂപ നോട്ടീസ് അയച്ചു, 5 ലക്ഷത്തിന് കേസ് ഫയൽ ചെയ്തു. എൻ്റെ അഡ്വക്കേറ്റിൻ്റെ കുഴപ്പം കൊണ്ട് എക്സ്പാർട്ടിയായി അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എൻ്റെ ശത്രുവായിട്ട് തന്നെയാണ് അദ്ദേഹം കേസ് ഫയൽ ചെയ്തതെല്ലാം തന്നെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ക്രൈമിൽ മൂന്നാർ കയ്യേറ്റത്തെക്കുറിച്ച് അവിടെ 50,000 ഏക്കർ ഈ ടാറ്റ കയ്യേറിയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ പ്രസിദ്ധീകരിക്കുന്നത്, വലിയ ഗണ്ടശ എല്ലാ വിവരങ്ങളും അടങ്ങി. അപ്പോൾ ഇതോടുകൂടി ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി എസ് അച്യുതാനന്ദൻ കേരളത്തിൽ കത്തിപ്പടരുന്ന സമയമായിരുന്നു. ഈ കേസൊക്കെ നിലവിലുണ്ട്. അപ്പം ഈ വാർത്ത വന്നപ്പോൾ PC ജോർജ് എന്നോട് വിളിച്ചു പറഞ്ഞു, നാളെ വി എസ് അച്യുതാനന്ദൻ മൂന്നാറിൽ വരുന്നുണ്ട്, നിങ്ങളുടെ സ്റ്റോറിയല്ലേ ഇത്, നന്ദകുമാറും അവിടെ എത്തണം, നിങ്ങളെ ആളുകളെയും കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂന്നാറിലെത്തി. രാവിലെ തന്നെ എത്തി. ഇപ്പം വി എസ് അച്യുതാനന്ദൻ ആ സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് PC ജോർജ് ഓടി വന്ന്, നന്ദകുമാർ പുറത്തിറങ്ങണ്ട, കാരണം വി എസ് അച്യുതാനന്ദൻ ഇറങ്ങണമെങ്കിൽ നന്ദകുമാർ ഇറങ്ങരുത്, അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ ഇറങ്ങില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, വി എസ് അച്യുതാനന്ദൻ്റെ കൂടെ തന്നെ എൻ്റെ റിപ്പോർട്ടർമാർ എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റും വെയിറ്റുള്ള ആൾക്കാരാണ്. മുഹമ്മദ് റിയാസ്, പിന്നെ അൻസാരി മൂവാറ്റുപുഴ, കൃഷ്ണകുമാർ തിരുവനന്തപുരം, പിന്നെ എൻ്റെ പേര് മറന്നു, അങ്ങനെ എല്ലാവരും കൂടെ ഫോട്ടോഗ്രാഫർ അടക്കം ഈ മൂന്നാറിലെ കയ്യേറ്റം കാണിക്കാൻ വേണ്ടി ഇവരെ വി എസിനെ വളഞ്ഞു പോകാൻ പറഞ്ഞു. ആർക്കും അടുത്തെത്താൻ പാടില്ല. പത്രപ്രവർത്തകരാരോ അയച്ചിട്ട് എല്ലാ വീഡിയോ എല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ എല്ലാ സാധനവും എടുത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, പിറ്റേ ദിവസം തിരുവനന്തപുരത്തെ പത്രത്തിൽ ഇന്നത്തെ പത്രം ഉണ്ടല്ലോ, പിറ്റേ ദിവസം വലിയ ഫണ്ടൊക്കെ അയച്ച് ക്രൈമിനോടൊപ്പം വി എസ് അച്യുതാനന്ദൻ ഞങ്ങളെ റിപ്പോർട്ടർമാർക്ക് ഈ കയ്യേറിയ സ്ഥലമെല്ലാം കാണിക്കുന്നു പറഞ്ഞിട്ട് വന്നു. അത് കൂടിയിട്ട് നമ്മുടെ KM ഷാജഹാൻ വിളിച്ച് നമ്മളോട് ഭയങ്കര ഫൈറ്റായി. അപ്പോൾ തെറിയൊക്കെ വിളിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് വാർത്ത എടുക്കാൻ ഞങ്ങൾ വരും, എടുക്കും, നിങ്ങളാരാ ചോദിക്കുക എന്നുള്ള സ്റ്റാൻഡിൽ നിന്നു. അപ്പം KM ഷാജഹാൻ എൻ്റെ എതിരാളിയാണ്, വി എസ് അച്യുതാനന്ദൻ എൻ്റെ എതിരാളിയാണ്. ആ സമയത്ത് ഈ സന്ദർഭത്തിലാണ് പിന്നീട് നമ്മൾ ലാവ്ലിൻ കേസ്, കിളിയൂർ കവിയൂർ കേസ് വരുന്നത്. അതിന് ഞാൻ ഞെട്ടിക്കുന്ന തെളിവുകൾ കൊണ്ടുവരും. കോടിയേരി ബാലകൃഷ്ണൻ MA ബേബി വരെക്കുറിച്ചുള്ള സ്റ്റോറി ഞാൻ പുറത്തു വിടുകയാണ് ഹൈക്കോടതിയിൽ വന്ന ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആ സമയത്ത് വി എസ് അച്യുതാനന്ദൻ്റെ വലങ്കയെ ഒരു അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് വി എസിനോട് എനിക്ക് താല്പര്യമുണ്ടെന്ന് അറിയിച്ചു. ആദ്യമായിട്ടുള്ള ഒരു അറിയിക്കലാണത്. വി എസിന് ഈ കാര്യത്തിൽ താല്പര്യമുണ്ട്, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അയച്ചു കൊടുത്തു, എനിക്ക് കിട്ടിയ തെളിവുകളെല്ലാം കൊണ്ട് അയച്ചു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം അതിനെതിരെ കിളിയൂർ കവിയൂർ കേസ് ഉറച്ച തീരുമാനം എടുക്കുകയും അതിൻ്റെ തെളിവുകൾ പരിശോധിച്ച് അദ്ദേഹം അവിടെ സന്ദർശിക്കുകയൊക്കെ ചെയ്തു.
അപ്പോൾ അത് ഒന്നാമത്തെ ഒരു ഘട്ടത്തിൽ എന്നോടുള്ള അതുവരെ എന്നെ മാർക്സിസ്റ്റ് പാർട്ടി പ്രചരിപ്പിച്ചെന്താ അറിയോ, ഞാൻ അശ്ലീല പത്രപ്രവർത്തകനാണ്, ഞാൻ മഞ്ഞ പത്രപ്രവർത്തകനാണ്, ഞാൻ ബ്ലാക്ക് മെയിലറാണ്, അങ്ങനെ എന്നെപ്പറ്റി പറയാത്തൊന്നുമില്ല. കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കംപ്ലീറ്റ് മോശപ്പെടുത്തി സംസാരിക്കുക, അപ്പോൾ മുദ്ര കുത്തുക എന്നുള്ളതാണിത്. അതിനുശേഷമാണ് ലാവ്ലിൻ കേസ് വരുന്നത്. ലാവ്ലിൻ കേസ് എനിക്ക് ഈ ബാലാന്തനാണ് എൻ്റെ എല്ലാ രേഖകളും തരുന്നത്. കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെയും അതേപോലെ ലാവ്ലിൻ കേസിൽ പിണറായി വിജയന് കിക്ക് ബാക്ക് വരുന്ന ബാങ്കിൻ്റെ ഡീറ്റെയിൽ, പണം വന്നതിൻ്റെ ഡീറ്റെയിലും എല്ലാം എനിക്ക് തരുന്നത്. അത് പ്രസിദ്ധീകരിച്ച അന്ന് ഓഫീസ് കത്തിച്ചു. അറിയാലോ, എല്ലാവർക്കും അറിയുന്നതാണ്. മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ ഓഫീസ് കത്തിക്കുന്നു, എൻ്റെ രേഖകൾ കടത്തിക്കൊണ്ടുപോകണു, അങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പോഴാണ് എനിക്ക് VSൻ്റെ കോള് വരുന്നത്. എന്നെയും കൂടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം. എനിക്കറിയില്ലായിരുന്നു VSൻ്റെ സപ്പോർട്ടറാണ്, എൻ്റെ പിന്നിൽ നിന്ന് ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴെന്നെ അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് എല്ലാ പിന്തുണ അറിയിച്ചു. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം കൊടുക്കുന്നതിന് എന്തുകൊണ്ടാണ് താല്പര്യം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് താല്പര്യം പറഞ്ഞു. അപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത് കഴിഞ്ഞ് അതിനെതിരെ ഫൈറ്റ് ചെയ്ത് ഞാൻ ഹൈക്കോടതിയിൽ പിണറായി വിജയൻ എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും അത് അന്വേഷിക്കണമെന്ന് ഹർജി കൊടുത്ത് പത്രങ്ങളൊക്കെ വാർത്ത വന്ന് നിൽക്കുന്ന സമയമാണ്. എന്നെ കോഴിക്കോട് ഇറങ്ങി അപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞതാണ്. ആ സന്ദർഭത്തിലാണ് VS അച്യുതാനന്ദനെ കോൾ വരുന്നത്. CBI എൻക്വയറി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള രേഖകളെല്ലാം പോയി സഖാവേന്ന് പറഞ്ഞു. അത് പേടിക്കണ്ട, ഡോക്യുമെൻ്റ് അവിടെ എത്തിക്കൊള്ളുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നെ PC ജോർജ് വിളിക്കുകയാണ്. നന്ദകുമാർ, എത്ര പൈസ വേണം ലാവ്ലിൻ കേസിൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ? നമ്മൾ രാംകുമാറിന് കൊടുക്കാനുള്ള പൈസ, അഡ്വക്കേറ്റ് രാംകുമാർ കേരളത്തിലെ സീനിയർ അഭിഭാഷകനല്ലേ, അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പൈസ വേണം. അദ്ദേഹം എത്ര മേടിക്കുമെന്ന് എനിക്കറിയില്ല. അതോടൊപ്പം തന്നെ PT തോമസും അതേപോലെ എന്നോട് ബന്ധപ്പെട്ട് ഏതൊക്കെ രേഖയാണ് വേണ്ടത്, എല്ലാം നഷ്ടപ്പെട്ടെന്ന് വിഷമിക്കേണ്ട, മരിച്ചുപോയ കോൺഗ്രസ് നേതാവ് PT തോമസ്, ഇവർ രണ്ടാളും PC ജോർജും PT തോമസും എനിക്ക് ആവശ്യത്തിലധികം സപ്പോർട്ട്. പക്ഷേ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖ ഈ ബാലാനൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അത് എനിക്ക് തന്നത് തരുമ്പോൾ പറഞ്ഞത് ഒറിജിനൽ സാധനമാണ്, ഞാൻ വെക്കാതെ തരികയാണ്, എൻ്റെ കയ്യിൽ വെച്ചാൽ ചിലപ്പോൾ എന്നെ തട്ടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ തരുന്നത് എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ട് തന്ന സാധനമാണ്. അപ്പം ഈ സംഭവത്തിൽ ആണ് VS അച്യുതാനന്ദൻ. അപ്പം എന്നോട് ഒരു കാര്യം പറയണം, നന്ദകുമാർ, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നോട് പറയും. ഞാൻ ഇന്നേ വരെ മരിക്കുന്നവരെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ചിട്ട്, ഇങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ച് ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല. അത് എല്ലാവർക്കും അറിയാം VS ആണെന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം എനിക്കെതിരെ കൊടുത്ത കേസിൽ ഞാൻ VGK മേനോൻ എനിക്കെതിരെ പ്രൈവറ്റ് അന്യായം കൊടുത്തിരുന്നു. അതിൽ ഞാൻ വിജയിച്ചു. അദ്ദേഹത്തെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒന്നിൽ വിസ്തരിക്കുകയും ആ ദേവസ്വം ബോർഡിലെ അഴിമതിയിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് കണ്ടെത്തി കോടതി എനിക്ക് അനുകൂലമായി വിധിക്കുകയും ചെയ്തു. ഞാൻ ഒറ്റയ്ക്ക് വാദിച്ചിട്ട് വിധിച്ചു. അപ്പം ആ കേസ് വന്നപ്പോൾ ഞാൻ VS അച്യുതാനന്ദനെ അയച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വഴിക്ക് ഞാൻ അയച്ചു കൊടുത്തു. അദ്ദേഹം എനിക്കെതിരെ കേസ് പിൻവലിച്ചെന്ന് മാത്രമല്ല, എനിക്ക് എന്നോട് പറഞ്ഞു എല്ലാ സംരക്ഷണവും നന്ദകുമാറുണ്ടാവും ഞങ്ങളെ വക. അങ്ങനെ മത്തായി ചൗക്ക വിളിക്കുന്നു. മത്തായി ചൗക്ക എന്ന് പറയുന്നത് കോഴിക്കോട് VSൻ്റെ വലങ്കയാണ്. മുമ്പ് MA ബേബിയെ കുറിച്ചൊരു സർലയ അഴിമതി വാർത്ത പ്രസിദ്ധീകരിച്ചപ്പം എന്നെ കൊല്ലുന്നൊക്കെ പറഞ്ഞതാണ്. ആ മത്തായി ചൗക്ക നല്ല നേതാവാണ്. ഞാൻ SFIയുടെ പ്രവർത്തിക്കുമ്പം ഞാൻ അടുത്ത ബന്ധമായിരുന്നു. പക്ഷേ ഈ MA ബേബിയെ കുറിച്ച് ക്രൈമിൽ പ്രസിദ്ധീകരിച്ച സമയത്ത് എന്നോട് ഭയങ്കരമായിട്ട് തട്ടിക്കയറുകയും എന്നെ ശരിയായി കളയുമെന്നൊക്കെ പറഞ്ഞതാണ്. അതേ നേതാവ് തന്നെ, മത്തായി ചൗക്ക തന്നെ, എന്നെ VS അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ വിളിച്ചു, എന്നെ എല്ലാ സഹായങ്ങളും പ്രഖ്യാപിച്ചു. ഇതേപോലെ VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട പല ആളുകളും എനിക്ക് ഓരോ സ്ഥലത്തും എവിടെ പോവുകയാണെങ്കിലും അവരെ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി, ബാക്കി അവർ നോക്കിയോളൂ എന്നാണ്. കേരളത്തിൽ എനിക്ക് എവിടെ പോയാലും VS അച്യുതാനന്ദൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ കാലത്തും. അത് ആദ്യം ഒരു എതിരാളിയായിട്ട് എന്നെ തെറ്റിദ്ധരിച്ചിട്ടാണ് വന്നതെങ്കിൽ പിന്നീട് അദ്ദേഹം മാറി. പിന്നീട് KM ഷാജഹാൻ, ഏറ്റവും രസകരമായ കാര്യം, KM ഷാജഹാൻ 2005 പാർട്ടി മലപ്പുറം സമ്മേളനത്തിൽ അദ്ദേഹത്തെ എല്ലാം ചോർത്തിക്കൊടുത്തതിന്റെ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞ അറിയോ? ക്രൈമിൽ വന്ന വാർത്തകളെല്ലാം ചോർത്തിക്കൊടുത്തത് KM ഷാജഹാനാണ്. അതാണ് ക്രൈം പ്രസിദ്ധീകരിച്ചതെന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം എന്നെ മൂന്നാറിൽ സ്ഥലം സന്ദർശിക്കാനെത്തിയപ്പോൾ എന്നെ തടയാൻ മുൻകൈ എടുത്തത് ഈ KM ഷാജഹാനാണെന്ന് പിന്നീട് എന്നോട് PC ജോർജ് പറയുണ്ടായി. അങ്ങനെയുള്ള KM ഷാജഹാനെ പിടിച്ച് പുറത്താക്കിയതാണ് രസകരം. ക്രൈമിന് വാർത്ത ചോർത്തി കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് എന്തൊരു വിഡിത്തമാണ് CPMന്റെ. പ്രതികാരം തീർക്കാൻ വേണ്ടി, ഒരാളെ പുറത്താക്കാൻ വേണ്ടി ഇത്രയും കെട്ടിച്ചമച്ച കഥ ഉണ്ടാക്കാൻ അത് എന്തുമാത്രം ആഭാസത്തരമാണെന്ന് ആലോചിച്ചു. ലാവ്ലിൻ കേസ് മാത്രമല്ല ഞാൻ പ്രസിദ്ധീകരിച്ചത്, തോമസ് ഐസക്കിനെ കുറിച്ച് ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. TN സീമയുടെ വീട്ടിൽ റൂമുണ്ടെന്നും അനിൽകുമാർ മരിച്ചപ്പം രാത്രി
ഇ.കെ. നായനാർ അന്വേഷിച്ചു, എവിടെയുണ്ടെന്ന് കണ്ട് തോമസ് ഐസക് ടി.എൻ. സീമയുടെ വീട്ടിലാണെന്ന് പറഞ്ഞ പറഞ്ഞ കാര്യಕ್ಕೆ ഞാൻ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു ഈ 2005 ഫെബ്രുവരി ഈ അടുത്ത കാലത്ത് കെ.എം. ഷാജഹാൻ പറഞ്ഞു ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുക. കാരണം ഈ കെ.എം. ഷാജഹാൻ ആസൂത്രണ കമ്മീഷൻ പ്രവർത്തിച്ചതുകൊണ്ട് ഈ കെ.എം. ഷാജഹാനാണ് ഇതൊക്കെ ചോർത്തിക്കൊടുത്തത് എന്നുള്ള രൂപത്തിൽ ഒരു കഥയുണ്ടാക്കിയിട്ടാണ് അയാളെ പിടിച്ച് പുറത്താക്കുന്നത്. യഥാർത്ഥത്തിൽ കെ.എം. ഷാജഹാനായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ നേരിട്ട് അന്വേഷണം നടത്തി എറണാകുളത്തുള്ള ബ്രിട്ടോ അടക്കം എന്നെ ധാരാളം ആളുകൾ സഹായിച്ചു. ഞാൻ പേര് പറയുന്നത് ഉദ്ദേശിച്ചാണ്. വി.എസ്. അച്യുതാനന്ദൻ മരിച്ച സമയത്ത് അദ്ദേഹവും പോയി. സൈമൺ ബ്രിട്ടോ അടക്കമുള്ള ആളുകൾ, എന്നെ പാർട്ടിക്കുള്ള ആളുകൾ, ദേശാഭിമാനിയുള്ള ആളുകൾ, ധാരാളം ആളുകൾ, ദേശാഭിമാനിയിലുള്ള ശോഭ എന്ന് പറയുന്ന കഥാപാത്രവും പിണറായി വിജയനുമായുള്ള ഇല്ലീഗലായിട്ടുള്ള ഇടപാടുകളെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അടക്കം അതിലുണ്ടായിരുന്നു. ആ സംഭവം അടക്കം ചോർത്തി തന്നത് ആരാണ് എന്നുള്ളത് ആയിരുന്നു അവരത്. അപ്പോൾ ഇതിനകത്ത് വി.എസ്. അച്യുതാനന്ദൻ്റെ സപ്പോർട്ട് എനിക്കുണ്ടാവുകയും കവിയൂർ കിളിയൂർ കേസിലും അതേപോലെ ഞാനാണല്ലോ CBI എൻക്വയറി ആവശ്യപ്പെട്ട് കവിയൂർ കേസ് കൊണ്ടുവന്നത്. ആ കവിയൂർ കേസിൽ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ സഹായം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മെറ്റീരിയൽ കിട്ടാനുള്ള സഹായം, അതല്ല എവിടെയും സംരക്ഷണം നൽകാനുള്ള സഹായം, ഇത് വി.എസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പം പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ല. അതുപോലെ സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ എനിക്ക് കേസിന് ആവശ്യമായ പിന്നെ വീരേന്ദ്രകുമാർ മുഖാന്തരമാണ് ബന്ധപ്പെടുന്നത്. വീരേന്ദ്രകുമാർ എന്നോട് ഡൽഹിയിൽ മാതൃഭൂമിൻ്റെ ഓഫീസിൽ മാതൃഭൂമിയിൽ അവിടെ എത്താൻ പറയുന്നു. മാതൃഭൂമിയിലെ പ്രമുഖനായ ഒരാളെ എൻ്റെ കൂടെ വിടുന്നു. അങ്ങനെ ശാന്തിഭൂഷൺ എടുത്ത് വരുന്നു. അപ്പം എനിക്ക് അത്ഭുതമാണ് അതൊക്കെ. കാരണം വി.എസ്. അച്യുതാനന്ദൻ അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളത്. കാരണം വി.എസ്. അച്യുതാനന്ദൻ അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഈ ശാന്തിഭൂഷണായിരുന്നു ലീഗൽ അഡ്വൈസർ സുപ്രീം കോടതിയിൽ. അപ്പോൾ ആ സഹായങ്ങളെല്ലാം എനിക്ക് ചെയ്തു തന്നിരുന്നു എന്നിപ്പം പറയേണ്ട സമയമാണ്. കാരണം പിണറായി വിജയൻ വി.എസ്. അച്യുതാനന്ദനെയും കൊണ്ടിപ്പം പേരെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം ശരിക്കും വി.എസ്. അച്യുതാനന്ദൻ ഇപ്പോഴും അദ്ദേഹം കാണിക്കുന്നത് മരണത്തിൽ പോലും ആ ബോഡിയിനോട് അദ്ദേഹം എല്ലാ തരത്തിലും ഉപദ്രവിക്കുകയാണ്. ആ ബോഡിയെ പോലും മോശപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും വി.എസ്. അച്യുതാനന്ദൻ്റെ ജനപ്രീതിക്ക് മുന്നിൽ പിണറായി വിജയൻ ശരിക്കും ഞെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലൊരു അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. ഒരു 10 വെള്ളം കുളിച്ചാലും 10 ജന്മം കഴിഞ്ഞാലും പിണറായിക്ക് ഇതുപോലെ കുളിച്ചാൽ കൊക്കാകുമോ? അല്ല, ഒരിക്കലും ആകാൻ കഴിയില്ല. അല്ലേ സാർ? അപ്പോൾ ഇതാണ് ഞാനും വി.എസ്. അച്യുതാനന്ദനുള്ള ഫൈറ്റ് നടന്ന കാര്യങ്ങൾ. പിന്നീട് ചങ്ങാതിമാരാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ CBI എൻക്വയറി സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനും ഞാനും പിന്നെ വി.എസും ഒക്കെയുള്ള കാര്യങ്ങൾ എൻ്റെ പുസ്തകത്തിൽ ഞാനത് വെളിപ്പെടുത്തും. അത് കാരണം അത് അത്രയും നിഗൂഢമായ കാര്യങ്ങളും പല രേഖകളും കിട്ടാതെ വന്നപ്പോൾ എങ്ങനെയാണ് CBI ഉദ്യോഗസ്ഥന്മാർക്ക് അത് കിട്ടിയത്, അതിനെപ്പറ്റിയുള്ള വളരെ രഹസ്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പുസ്തകം വരുന്നുണ്ട്. ലാവ്ലിൻ കേസിൻ്റെ, ഐസ്ക്രീം പാർലർ കേസിൻ്റെ, അതിൻ്റെയൊക്കെ പുസ്തകങ്ങൾ വരുന്നുണ്ട്. കേരളം ഇളക്കി മറിക്കാവുന്ന എല്ലാ കാര്യങ്ങളായിരിക്കും. അത് ഇതുവരെ പുറത്തു പറയാത്ത ധാരാളം രഹസ്യങ്ങളുണ്ട്. അതെല്ലാം നാളത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയും നല്ല മനുഷ്യർ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. വി.എസ്. അച്യുതാനന്ദനെ പോലെ ജനകീയനായ നേതാവ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് മരിച്ച നേതാവ്, ഇതുപോലെ എല്ലാ തരത്തിലും അദ്ദേഹം വെട്ടിമാറ്റപ്പെട്ട നേതാവ്, ജനങ്ങൾക്ക് വേണ്ടി മരിച്ചപ്പോഴും ജനകീയനായപ്പോഴും ഈ നാടിനും ഈ ജനങ്ങൾക്കും പാർട്ടിക്കും വേണ്ടി മരിച്ചപ്പോഴും അദ്ദേഹത്തെ വെട്ടിമാറ്റി കൊല്ലാൻ വേണ്ടി എല്ലാ തരത്തിലും ശ്രമിച്ചത് ആൾക്കാർ ഈ പാർട്ടി ഉണ്ടായിരുന്നു. അവരാണ് ഈ പാർട്ടിയുടെ അന്തകരെന്ന് കാലം തെളിയിക്കുന്നൊരു ഘട്ടത്തിലേക്ക് പോവുകയാണല്ലോ. അതെല്ലാം എൻ്റെ പുസ്തകത്തിൽ വ്യക്തമായി. എന്തായാലും നമുക്ക് കാത്തിരിക്കാം പുസ്തകത്തിൻ്റെ വരവിനായി.